സത്യസ്വരൂപനാമീശൻ നിനക്കത്യന്ത സൗഖ്യം തരട്ടെ. വിദ്യാധനം നിനക്കേറ്റം മനഃശുദ്ധി ഗുണങ്ങളിലൂറ്റം. ഭാരതമാതാവിൽ ഭക്തി നിനക്കാരോമലെ ഗുണാസക്തി. സത്യവാക്കോതുവാൻ ഇഷ്ടം ദുഷ്ടകൃത്യത്തിലേറ്റം അനിഷ്ടം. കേരളത്തിലുണ്ടായിരുന്ന 3 ബ്രാഹ്മണ രാജവംശങ്ങളിൽ പ്രസിദ്ധമാണ് ഇടപ്പള്ളി. ആ വംശത്തിൽ പിറന്ന ഉൽപ്പതിഷ്ണുവായ വ്യക്തിയായിരുന്നു കൃഷ്ണരാജ. യോഗക്ഷേമ സഭ 1908 ആരംഭിക്കുന്നതിന് ദശാബ്ദങ്ങൾ മുമ്പ് തന്നെ കൃഷ്ണരാജാവ് ഇംഗ്ലീഷ് പഠിച്ചു. നമ്പൂതിരിമാർക്കിടയിൽ ഇംഗ്ലീഷ് പഠിച്ച ആദ്യ വ്യക്തി. 1911 യോഗക്ഷേമ സഭയുടെ ഉപസഭാ സമ്മേളനത്തിൽ നമ്പൂതിരി നേരിട്ട് കൃഷി ചെയ്യാവുന്ന ഭൂമിയൊഴിച്ച് ബാക്കിയെല്ലാം വിറ്റ് ആ പണം കൊണ്ട് കച്ചവടം ചെയ്യണമെന്ന് വാദിച്ച അദ്ദേഹം 1940കളുടെ തുടക്കത്തിലാണ് കാലയവനികയിൽ മറഞ്ഞത്. കൃഷ്ണരാജയുടെ പുത്രനാണ് ഇടപ്പള്ളി കരുണാകരമേനോൻ. മേനോനാണ് ദോസ്തോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും പരിഭാഷപ്പെടുത്തിയത്. മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ആദ്യ റഷ്യൻ നോവൽ കൂടിയാണിത്. തുടർന്ന് ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും, യൂഗോയുടെ 93 തുടങ്ങി ചില കൃതികൾ കൂടി കവിയും സംസ്കൃത പണ്ഡിതനുമായ കരുണാകരമേനോൻ പരിഭാഷപ്പെടുത്തി. 1927 ഇടപ്പള്ളിയിൽ നടന്ന സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സ്രഷ്ടാക്കളായിരുന്നു കൃഷ്ണരാജാവും പുത്രൻ കരുണാകരമേനോനും. ഇടപ്പള്ളി കരുണാകരമേനോൻ മഹാപണ്ഡിതനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അതിനപ്പുറത്ത് അതോടൊപ്പം തന്നെ അദ്ദേഹം സാഹിത്യ സംരംഭങ്ങളുടെ ഏറ്റവും മികച്ച ഒരു സംഘാടകൻ കൂടിയായിരുന്നു. ആ കാലഘട്ടത്തിലെ എല്ലാ മഹാരഥന്മാരായ എഴുത്തുകാരും ഇദ്ദേഹത്തെ കാണാനും സംസാരിക്കാനുമായി ഇവിടെ വരുമായിരുന്നു. നമുക്കറിയാം, സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ വരുന്ന എഴുത്തുകാരെ കാണാനും അവരുടെ സംസാരം കേൾക്കാനും അവരെ മനസ്സിലാക്കാനുമുള്ള അസുലഭമായ സൗഭാഗ്യം ലഭിച്ച ഒരാളാണ് വസന്തൻ മാഷ്. ആ അസുലഭമായ സൗഭാഗ്യം ഇത്തിരി ചെറുപ്പത്തിൽ തന്നെ ഈ മഹാരഥന്മാരായ എഴുത്തുകാരെ കാണാനും പരിചയപ്പെടാനും ലഭിച്ച ആ സുഹൃതം, അതാണ് അത്തരത്തിൽ ഉള്ള ഒരു ബാല്യ കൗമാരമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ വസന്തൻ മാഷെ രൂപപ്പെടുത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാഷെ ഞാൻ കാണുന്നത് 1985 അതിനുശേഷം ഞാൻ തൃശ്ശൂരിൽ താമസമാക്കിയപ്പോഴാണ് മാഷുമായുള്ള അടുപ്പം വർദ്ധിക്കുന്നത്. ഞങ്ങൾ കേരളവർമ്മ കോളേജിൽ ആദ്യത്തെ പ്രിൻസിപ്പലായിരുന്ന പ്രൊഫസർ പി ശങ്കരൻ നമ്പ്യാരുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുകയുണ്ടായി. ആ ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായും മാഷ് ആദ്യകാലം മുതൽക്ക് തന്നെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ശങ്കരൻ നമ്പ്യാരുടെ സമ്പൂർണ്ണ കൃതികൾ സമാഹരിച്ചതും എഡിറ്റ് ചെയ്തതും മാഷാണ്. അത്തരത്തിൽ വലിയ സംഭാവനയാണ്, വലിയ സഹായമാണ് മാഷ് ഫൗണ്ടേഷന് നൽകിയിട്ടുള്ളത്. സംസ്കൃത ഭാഷയോടുള്ള മമത കൊണ്ടാവണം കരുണാകരമേനോൻ തൻ്റെ ജീവിതത്തിൽ പൂക്കാലമാനയിച്ച വൃശ്ചികത്തിലെ ആയില്യത്തിൽ പിറന്ന തൻ്റെ പുത്രന് അത്ര സാധാരണമല്ലാത്ത പേര് തന്നെ കൽപ്പിച്ചത്. വൈലോപ്പിള്ളിയുടെ പ്രസിദ്ധമായ ആത്മകഥയാണല്ലോ കാവ്യലോക സ്മരണകൾ. വൈലോപ്പിള്ളി തൻ്റെ ആപ്തമിത്രമായിരുന്ന ഇടപ്പള്ളി കരുണാകരമേനോനുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംഭാഷണം ഓർത്തെടുക്കുന്നുണ്ട്. ഇടപ്പള്ളി കരുണാകരമേനോൻ വൈലോപ്പിള്ളിയോട് ചോദിക്കുകയാണ്, ഏറ്റവും സുന്ദരമായ നാമം ഏതാണ്? വൈലോപ്പിള്ളി പെട്ടെന്ന് ശ്രീകൃഷ്ണൻ എന്ന് പറയും. അതല്ല, ഒരു സ്ത്രീനാമം. അപ്പോൾ കല്യാണി എന്ന് പറയും. അതൊന്നുമല്ല. എന്നിട്ട് ഇടപ്പള്ളി വൈലോപ്പിള്ളിയോട് പറയും, തങ്കം. തങ്കം എന്ന വാക്കാണ് ഏറ്റവും മനോഹരമായ നാമം. ഒരു ലോഹത്തിൻ്റെ നാമം എങ്ങനെ ഇത്ര സുന്ദരമായ മനോഹരമായ പേരാകുന്നെന്ന് വൈലോപ്പിള്ളിക്ക് ആദ്യം മനസ്സിലാകുന്നില്ല. പിന്നീട് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്, ഇടപ്പള്ളിയുടെ പ്രേമഭാജനത്തിൻ്റെ പേരാണ് അത്. ഇടപ്പള്ളി കരുണാകരമേനോനും തങ്കവും തമ്മിലുള്ള വിവാഹം കഴിയുകയും ഒരു മകനുണ്ടാവുകയും
ആ കുട്ടിക്ക് വസന്ത സഗൻ എന്ന് പേരിട്ടു എന്നും വൈലോപ്പിള്ളി പറയുന്നുണ്ട്. ഇടപ്പള്ളി കരുണാകര മേനോൻ്റെ സംസ്കൃത പക്ഷപാതത്തിൻ്റെ വെന്നിക്കൊടി, അതാണ് മകന് കാമദേവൻ എന്നർത്ഥമുള്ള വസന്ത സഗൻ എന്ന് പേരിട്ടത് എന്ന് വൈലോപ്പിള്ളി ഓർത്തെടുക്കുന്നുണ്ട്. ആ കുട്ടിക്ക് നേന്ത്രപ്പഴം ചുട്ടുകൊടുക്കുന്നതിൻ്റെ ഒപ്പം വേദ ഇതിഹാസങ്ങളും കൂടി ചുട്ടുകൊടുത്തുവെന്നും ആ കുട്ടി ഇന്ന് സമുന്നത നിലവാരത്തിലുള്ള സാഹിത്യകാരനാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് വൈലോപ്പിള്ളി ആ ഒരു ഓർമ്മക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ പറയുന്ന വസന്ത സഗനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വസന്ത മാഷ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് അല്പം വൈകിയാണ്. എന്നാൽ കരുണാകരമേനോൻ്റെ അമ്മ പൗത്രനെ അപ്പു എന്നാണ് വിളിച്ചത്. ഒരാൾ നേടുന്നതിലധികം സമ്പാദ്യം കൊടുക്കുന്നതിലൂടെയാണ് കൈവരിക്കുന്നത് എന്ന് പഠിപ്പിച്ച മുത്തശ്ശി പൗത്രനിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. മുത്തശ്ശിയുടെ അപ്പുവിന് ഇപ്പോഴും മുത്തശ്ശിയെപ്പറ്റി സംസാരിക്കുമ്പോൾ ശബ്ദമിടറും. ഒപ്പം പഠിച്ച പലർക്കും അപ്പുക്കുട്ടനാവും ചിലപ്പോൾ. തത്തമ്പിള്ളിൽ സരസ്വതിയമ്മയുടെയും കരുണാകരമേനോൻ്റെയും മകനായി പിറന്നതുകൊണ്ടാണ് അപ്പു എന്ന വസന്തൻ്റെ ഇനീഷ്യൽ SK എന്നായത്. വീടുമാറാം, അമ്മയും അച്ഛനും മാറില്ലല്ലോ എന്ന കരുണാകരമേനോൻ്റെ യുക്തിയാണ് SKയ്ക്ക് പിന്നിൽ. തിരുവള്ളക്കാവിലാണ് കരുണാകരമേനോൻ മകനെ എഴുത്തിനിരുത്തിയത്. കുഞ്ഞൻപിള്ള ആശാനാണ് തറവാട്ടിൽ വെച്ച് ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചത്. ആ സ്നേഹധനനായ ആശാനെപ്പറ്റി ഹൃദ്യമായ ഓർമ്മകൾ അരുമശിഷ്യൻ പലപ്പോഴും പലരുമായി പങ്കുവച്ചിട്ടുണ്ട്. പഠിത്തം തുടങ്ങിയതിനെ പറ്റിയുള്ള ഓർമ്മ കുട്ടിക്കാലത്ത് കുഞ്ഞൻപിള്ള ആശാൻ്റെ അടുത്ത് നിലത്തെഴുത്ത് പഠിച്ചതാണ്. ഞാനും എൻ്റെ അച്ഛൻ്റെ മരുമകൻ ഗിരിജൻ എന്നു പേരായിട്ടൊരാളുണ്ടായിരുന്നു. എന്നെക്കാൾ 2 വയസ്സ് കൂടും. അദ്ദേഹം പിന്നെ യൂണിയൻ ബാങ്കിൻ്റെ മാനേജറൊക്കെ ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. പിന്നെ ഞങ്ങളുടെ അയൽവാസി ഒരു രാമേന്ദ്രൻ, അയാൾക്ക് എന്നെക്കാൾ 1 വയസ്സ് കൂടും. പിന്നെ എൻ്റെ അതേ പ്രായമുള്ള ആനന്ദം. ഞങ്ങൾ 4 പേരാണ് ആശാൻ്റെ അടുത്ത് നിലത്തെഴുത്ത് പഠിച്ചിരുന്നത്. അപ്പോൾ ആനന്ദം എന്നൊരു ചുട്ടിയുള്ള കച്ചകൊണ്ടാണ് കൊടുക്കുക. അത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എനിക്ക് രാമേന്ദ്രൻ ചിലപ്പോൾ കോണം മാത്രമേ ഉണ്ടാവുള്ളൂ. 3.5 വയസ്സ് 3 വയസ്സ് ഒക്കെ ഉള്ളൂ. ഗിരിജനും അതെ, ചിലപ്പോൾ ഒരു മുണ്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇങ്ങനെ വള്ളി ട്രൗസർ ഉണ്ടാവും. 1 മണിക്കൂർ പഠിത്തം കഴിയുമ്പോൾ ഞങ്ങളോട് പറയും, പുറത്തേക്ക് പോയിട്ട് മൂത്രമൊക്കെ ഒഴിച്ച് കാലും മുഖമൊക്കെ കഴുകി വന്നോളൂ എന്ന് പറയും. തിരിച്ചു വരുമ്പോഴത്തേക്ക് ആശാൻ വിസ്തരിച്ച് മുറുക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആശാൻ ചില ദിവസം വരുമ്പോൾ കയ്യിലൊരു സഞ്ചി ഉണ്ടാവും. അന്ന് സന്തോഷമാണ്. സഞ്ചിയിൽ ഞങ്ങൾക്ക് തിന്നാനുള്ള എന്തെങ്കിലും ഉണ്ടാവും. അത് ചക്കപ്പഴവും മാമ്പഴവും ഒക്കെ ആണെങ്കിൽ മണം കൊണ്ട് നേരത്തെ അറിയും. ചിലപ്പോൾ വെറുതെ പഴം മാത്രമായിരിക്കും, അത് തിരിച്ചറിയാൻ പറ്റില്ല, വാസന കിട്ടില്ലല്ലോ. ചിലപ്പോൾ കശുവണ്ടി ചുട്ടു തല്ലിയതാവും, അത് കൊണ്ടുവരും. അങ്ങനെയൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ചെറിയ ഒരു കുന്നിക്കുരുനോളം ഇരട്ടി മധുരം ഇങ്ങനെ 4 പേർക്കും ഓരോ കഷ്ണം തരും. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഇരട്ടി മധുരം. ചില ദിവസം ആശാൻ കഥയൊക്കെ പറഞ്ഞു തരും. അത് വളരെ രസമായിട്ടാണ് കഥ. ഈ ആശാൻ പറഞ്ഞ കഥകളിൽ കൂടിയാണ് മുയലിനെയും സിംഹത്തിനെയൊക്കെ ഞങ്ങൾ കണ്ടത്. ആശാൻ്റെ ഷഷ്ടി പൂർത്തിയായപ്പോൾ ഞാൻ കോളേജിൽ ലെക്ചറായി. ഞങ്ങളൊക്കെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പഴയ എല്ലാ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. ഞങ്ങളൊക്കെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഷഷ്ടി പൂർത്തി നടത്തിയത്. പക്ഷേ ആ കൂട്ടത്തിൽ കോളേജ് പ്രൊഫസറായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛന് വലിയ സന്തോഷമായിരുന്നു. വസന്തൻ മാഷിൻ്റെ ശിഷ്യൻ എന്ന പേരിൽ എന്നെ തന്നെ പരിചയപ്പെടുത്താനാണ് എനിക്കിഷ്ടം. എനിക്ക് അദ്ദേഹത്തോട് അതുമാതിരി ആദരവുണ്ടായിരുന്നു. ഞാൻ വലിയ ആഴത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോഴും ഒരുപാട് ക്ലാസ്സുകൾ എനിക്ക് മിസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ വസന്തൻ മാഷിൻ്റെ ക്ലാസ് ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കട്ട് ചെയ്തിട്ടില്ല. കാരണം ആ ക്ലാസ്സിൽ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത കുട്ടികളും അന്ന് കാലടി ശ്രീ ശങ്കര കോളേജിൽ മിക്കവാറും വസന്തൻ മാഷിൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുകയായിരുന്നു. കാരണം അതൊരു വലിയ സൗഭാഗ്യമാണ്. വസന്തൻ മാഷിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ പിന്നെ ഒരു കാര്യം ഓർക്കാനുള്ളത്, അദ്ദേഹം ഒരു സാത്വികനായ മനുഷ്യനാണ്. വളരെ ശുദ്ധനും വളരെ വിനീതനും തലയെടുപ്പുണ്ടെങ്കിലും തലക്കനും ഒട്ടുമില്ലാത്ത ഒരു മാഷ് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. പിന്നെ എനിക്ക് തോന്നുന്നത് സൂര്യനെക്കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ്. ശാന്ത സ്വഭാവമുണ്ട്, രൗദ്രഭാവങ്ങളുണ്ട്, എന്നാൽ നല്ല പ്രകാശം പരത്തുന്ന ആളാണ്. വസന്തൻ മാഷിൻ്റെ ആ ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രകാശം നമുക്ക് ലഭിക്കും.
എഞ്ചിനീയർ ആവണം എന്നായിരുന്നു കുട്ടിക്കാലത്തെ ആഗ്രഹമെന്ന് മാഷ് പറയാറുണ്ട്. പല കാരണങ്ങളാൽ അത് നടന്നില്ല. ഇടപ്പള്ളിയിലെ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പഠിച്ച് 10ാം ക്ലാസ് ജയിച്ചു. ഡിഗ്രി വിദ്യാഭ്യാസം എറണാകുളം സെൻറ് ആൽബർട്ട്സിൽ. ഗണിതം ഐച്ഛികമായി ബിരുദം നേടി. പിന്നെ എറണാകുളം മഹാരാജാസിൽ നിന്ന് മലയാളം MA. ഏതാനും വർഷം കഴിഞ്ഞ് ജോലിയിലിരിക്കെ പ്രൈവറ്റായി പഠിച്ച് ഇംഗ്ലീഷിലും MA നേടി. ഞാനും വസന്തരും ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടാണ്. ഞങ്ങൾ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചതാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ മിണ്ടാറില്ല. അങ്ങനെ ഒരു ഒറ്റയ്ക്ക് പ്രത്യേക ഒരു എന്താ പറയുക പിന്നെ വെയിറ്റിംഗ് റൂമൊക്കെ പ്രത്യേകമാണ്. അവിടെ ഒന്നിച്ച് ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ടീച്ചേഴ്സ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കും എന്താ എവിടെയെന്ന്. അതാണ് സ്ഥിതി. ഞങ്ങളുടെ ഒരു ആൻ്റണി മാസ്റ്റർ ഉണ്ടായിരുന്നു, CL ആൻ്റണി മാഷക്ക് ദേഷ്യമാണ് അതൊക്കെ. കണ്ടിട്ടുണ്ടെങ്കിൽ വിളിക്കും, അടുത്ത് വിളിക്കും. എന്നിട്ട് ചോദിക്കും എന്താ ഇവിടെ എന്തിനാ വന്നേ, എന്താ കാര്യം എന്ന് ചോദിക്കും. ഓടും അവിടുന്ന്. അത് അങ്ങനെ അത്ര നിർബന്ധമായിരുന്നു. ക്ലാസ്സിൽ ഞങ്ങൾ 11 പേരാണ് ക്ലാസ്സിലുണ്ടായിരുന്നത്. അതിൽ 6 ആൺകുട്ടികളും 5 പെൺകുട്ടികളും. 6 പേരിൽ ഏറ്റവും ചെറിയത് വസന്തൻ. പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഞാനും. അന്ന് ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായിട്ടൊക്കെ കുറേ വല്ലാതെ തന്നെ ബുദ്ധിമുട്ടിയിരുന്നൊരു കാലമാണ്. അച്ഛന് ജോലിയൊന്നും ഇല്ല, ഈ ആസ്മ കാരണം ജോലിക്കൊന്നും പോകാൻ വയ്യ. പറമ്പിൽ നിന്ന് കിട്ടുന്ന നാളികേരം അതൊക്കെ ആയിരുന്നു വരുമാന മാർഗം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ഫീസ് കൊടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. മിക്കവാറും തവണ ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരും. സാധാരണ കോളേജുകളിലൊക്കെ അങ്ങനെയുള്ളതാണ്, ഫീസ് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ കൃഷ്ണനായർ മാഷാണ് ഫീസ് കൊടുക്കുക. എന്നിട്ട് പിന്നെ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞ് ഒക്കെ നാളികേരം വിറ്റ് കാശൊക്കെ കിട്ടുമ്പോൾ അത് കൊണ്ടുപോയി മാഷ്ക്ക് ഫീസ് കൊടുക്കുക, ആ പൈസ കൊടുക്കും. മാഷ് അത് വാങ്ങിക്കുകയും ചെയ്യും. ഒരു ചെറുപ്പക്കാരൻ്റെ ദുരഭിമാനത്തിന് മുറിവേക്കണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം. ചെറുകഥ എന്ന സാഹിത്യരൂപത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ വ്യക്തമായ ധാരണ തരാൻ വസന്തൻ മാസ്റ്റർ ക്ലാസ്സുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയിൽ ഞാൻ ഉള്ളപ്പോഴൊക്കെ അദ്ദേഹം ഗവേഷണത്തിനായിട്ട് വരുമ്പോൾ ഞങ്ങൾ ദിവസവും തന്നെ കാണാറുണ്ട്. എത്രമാത്രം അവധാനതയോടുകൂടിയാണ് അദ്ദേഹം ഗവേഷണം ചെയ്യുന്നത് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നിരവധി കാർഡുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം വരാറ്. അതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സാംസ്കാരിക ചരിത്ര നിഘണ്ടു. അതുപോലെ ആധികാരികമായിട്ട് മറ്റൊരു പുസ്തകം കേരളത്തിൻ്റെ ചരിത്ര സാംസ്കാരിക മണ്ഡലത്തെക്കുറിച്ച് നമുക്ക് മലയാളത്തിൽ കിട്ടാനില്ല. പിന്നീട് ഡോക്ടർ PK നാരായണപിള്ളയുടെ മാർഗദർശകത്വത്തിൽ PhD. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും രാജവംശങ്ങളുടെ സംഭാവന എന്നതാണ് പ്രബന്ധ വിഷയം. ഞാൻ ഈ പന്തപുരം സ്മാരകത്തിലാണ് എൻ്റെ PhD ഗവേഷണത്തിന് പഴയ മാസികകൾ തപ്പാൻ ഒരുപാട് കാലം താമസിച്ചു. ആരും ഇവിടെ വന്ന് താമസിക്കുന്നില്ല. ഞാനവിടെ താമസിക്കും. ശനി ഞായറും രാത്രി 2 മണി വരെ ഒക്കെ ഈ പഴയ മാസികകൾ ആ മുറിയിൽ കിട്ടും. അവിടെ ഇരുന്നത് വായന, നോട്ടെടുക്കൽ, ഇതൊക്കെ തന്നെയായിരുന്നു. അന്നിവിടെ ഒരു നല്ല ഹോട്ടൽ പോലും ഇല്ല. കിട്ടുന്ന ഹോട്ടലിൽ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. പഴയ മാസികകളുടെ കളക്ഷനാണ് ഒരുപാട് സഹായിച്ചത്. പഴയ മാസികകൾ നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ പറ്റി ഉള്ളത് നോക്കുകയാണെങ്കിൽ കുതിരയ്ക്ക് കണ്ണട വെച്ച പോലെ അത് മാത്രമേ നോക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എങ്ങും എത്തില്ല. ഒരുപാട് വിഷയങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ, ലക്ഷ്മിഭായി, രസികരഞ്ജിനി, കവനകൗമുദി, വിദ്യാവിനോദിനി, വിദ്യാവിലാസിനി, ഇത്തരം മാസികകളൊക്കെയാണ് നോക്കിയിരുന്നത്. SK വസന്തൻ മാഷ് യഥാർത്ഥത്തിൽ മലയാള വിമർശനത്തിൻ്റെ ഏറ്റവും സൗമ്യമായ മുഖങ്ങളിൽ ഒന്നാണ്. ഇന്നത്തെ വിമർശനത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്നത് കൃതികളെയും എഴുത്തുകാരെയും വിചാരണ ചെയ്യുന്ന ഒരു സ്വരമാണ് പലപ്പോഴും അതിൽ കാണാറ്. എന്നാൽ വസന്തൻ മാഷിൻ്റെയൊക്കെ വിമർശനത്തിൽ എങ്ങനെയാണ് നന്മ കണ്ടെത്തുക എന്നുള്ളൊരു ശ്രമമാണ് പ്രധാനമായിട്ട് വരിക. അധ്യാപകൻ എന്ന ആ ഒരു അസ്തിത്വം
അല്ലെങ്കിൽ അധ്യാപകൻ എന്ന അദ്ദേഹത്തിൻ്റെ സ്വയം ബോധം അദ്ദേഹത്തിൻ്റെ കൃതികളിലും വളരെ ഭംഗിയായി കാണാൻ കഴിയും. മലയാള സംസ്കാര നിഘണ്ടു എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ. ഞാൻ പലപ്പോഴും തോന്നാറുണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ഭാരതം തർജ്ജിമയ്ക്ക് സമാനമാണ് അത് എന്ന്. കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാവുന്ന ഒരു കർമ്മമല്ല മഹാഭാരത തർജ്ജിമ. അതുകൊണ്ട് പലരും ചേർന്ന് ചെയ്യാൻ ശ്രമിക്കുകയും മറ്റു പലരും പിന്നോക്കം പോവുകയും ചെയ്ത ഘട്ടത്തിൽ തമ്പുരാനത് സ്വയം തീർക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ മലയാള സംസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിഘണ്ടു അത് ഒരാളല്ല അനവധി പേര് ചെയ്യേണ്ട ഒരു ശ്രമമാണ്. പക്ഷേ അത് ഒറ്റയ്ക്ക് ചെയ്തുവെന്നും ഒരു നിലയ്ക്ക് മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ തന്നെ സംസ്കാരത്തിലേക്കുള്ളൊരു വാതായനമായിട്ട്, ഒരു ജാലകമായിട്ട് ആ പുസ്തകം വരികയും ചെയ്യുന്നുണ്ട്. എഞ്ചിനീയറാവാൻ ആഗ്രഹിച്ച് അത് നടക്കാതെ പോയതിനാൽ അദ്ദേഹം ഡോക്ടർ SK വസന്തൻ MA, MA, PhD ആയി. നേടിയ ബിരുദങ്ങളുടെ ആലഭാരമൊക്കെ ഒഴിവാക്കി പ്രൊഫസർ, ഡോക്ടർ തുടങ്ങിയ നെറ്റിപ്പട്ടങ്ങൾ അഴിച്ചുമാറ്റി SK വസന്തൻ എന്ന എഴുത്തുകാരനായി. ശിഷ്യർക്ക് പ്രിയപ്പെട്ട വസന്തൻ മാഷായി. ഇപ്പോഴും അവരുടെ മധ്യത്തിൽ, അവരുടെ തോഴനായി, അവരിൽ ഒരാളായി, വിദ്യാർത്ഥിയായി, അങ്ങനെ. കാന്താരി പോലുള്ള ചെറിയ കഥകളുടെ പുസ്തകം എഴുതിയ വസന്തൻ മാഷ്, മൈഥിലി മനോഹരി എന്ന പേരുള്ള റേഡിയോ നാടക ഗ്രന്ഥം എഴുതിയ വസന്തൻ മാഷ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ബൃഹദാഖ്യാനങ്ങൾ കൂടിയാണ്. നമ്മൾ നടന്ന വഴികൾ ചരിത്രത്തിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ട് പോവുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ശരിക്കും നമ്മളുടെ ഒരു വഴികാട്ടിയായി, ഗുരുനാഥനായി അദ്ദേഹം മാറിത്തീരുകയാണ് അത്തരം ഗ്രന്ഥങ്ങളിലൂടെ. ഭാവിയിൽ ഇനി വരുന്ന തലമുറയ്ക്ക് എന്ത് കരുതി വെച്ചു എന്ന് ചോദിച്ചാൽ, വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും കരുതലായി ശേഖരിച്ചു വെച്ച അദ്ദേഹത്തിൻ്റെ വിദ്യാധനം, അതുതന്നെയാണ് മാഷിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ ശിഷ്യ സമ്പത്ത് തന്നെയാണ് മാഷ്ക്ക് എന്നും നശിക്കാത്ത ധനമായി നിലനിൽക്കുന്നത്. ഇടപ്പള്ളിയിലെ പഠനകാലം മറ്റൊരു മട്ടിൽ വസന്തമാഷെ സ്വാധീനിച്ചു. കരുണാകരമേനോൻ്റെ സുഹൃത്തുക്കൾ പലരും പലപ്പോഴും തൻ്റെ വീടായ വൃന്ദാവനത്തിൽ അതിഥികളായി എത്തും. വള്ളത്തോൾ, G. ശങ്കരക്കുറുപ്പ്, വൈലോപ്പിള്ളി, ചങ്ങമ്പുഴ, PV കൃഷ്ണൻ നായർ, ഹരിശർമ്മ തുടങ്ങി ഒട്ടേറെ എഴുത്തുകാർ. അവരുടെ വർത്തമാനം കുട്ടിക്കാലം മുതൽ വസന്തനെ സാഹിത്യലോകവുമായി അടുപ്പിച്ചു. MRB, C. അച്യുതക്കുറുപ്പ്, MS ദേവദാസ് തുടങ്ങി ഈ നിര ഇനിയും അനായാസം വിപുലമാക്കാം. വസന്തൻ മാഷ് എന്ന് എല്ലാവരും സ്നേഹാദരങ്ങളോടെ പരാമർശിച്ചു പോരുന്ന പ്രൊഫസർ SK വസന്തൻ ഒരു നിലയ്ക്ക് നമ്മുടെ നവോത്ഥാനകാലം ജന്മം നൽകിയ പ്രതിഭാവിശേഷങ്ങളുടെ അവസാനത്തെ തലമുറയുടെ പ്രതിനിധിയാണ് എന്ന് പറയാം. നവോത്ഥാന പ്രതിഭകളുടെ മൗലികമായ ഒരു പ്രത്യേകത, അവരേതെങ്കിലും ഒരു മേഖലയിൽ മാത്രമായി തങ്ങളുടെ ജീവിതത്തെ ഒതുക്കി നിർത്താൻ ശ്രമിക്കാതെ മനുഷ്യജീവിതത്തിൻ്റെ ആകാവുന്ന എല്ലാ വിധാനങ്ങളിലേക്കും തങ്ങളുടെ ആലോചനകളെ വികസിപ്പിക്കുന്ന മനുഷ്യരാണ് എന്നതാണ്. ഈ പറഞ്ഞ നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ ആദ്യകാല മികവുകളെ സ്വന്തം വ്യക്തിജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുകയും ഒരു ഭാഗത്ത് വളരെ സമ്പന്നവും സമൃദ്ധവുമായ വൈജ്ഞാനിക ജീവിതവും മറുഭാഗത്ത് അത്ര തന്നെ പ്രബലമായ സർഗാത്മക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്ത ഒരാളാണ്. ഒപ്പം തന്നെ കേരള ചരിത്രത്തെ ഒരു വിദ്യാർത്ഥിക്ക് വിശദാംശങ്ങളിൽ മനസ്സിലാക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ള ബൃഹത് ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുക, ഇതൊക്കെ മാഷുടെ പ്രവൃത്തികളിൽ കൂടിക്കലർന്ന് കിടക്കുന്നുണ്ട്. ഇവയെല്ലാം പല ദിശകളിലേക്ക് സഞ്ചരിക്കുന്ന താല്പര്യങ്ങളാണ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ താല്പര്യങ്ങളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്നു എന്നതിലാണ് ഒരു നിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നവോത്ഥാന പ്രതിഭകളുടെ പാരമ്പര്യം അദ്ദേഹം ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. സാഹിത്യ പഠനവും സാഹിത്യ ചർച്ചയും ഗൗരവമുള്ളതാണ് എന്ന ബോധം
കുട്ടിക്കാലം മുതൽ മനസ്സിൽ വളർത്താൻ ഈ അന്തരീക്ഷം സഹായിച്ചു. ബാല്യകൗമാരങ്ങളിലെ ഈ അന്തരീക്ഷമാണ് സാഹിത്യത്തിൽ വേരുപിടിച്ചു വളരാൻ സഹായിച്ചത് എന്ന് മാഷ് പറയാറുണ്ട്. അത് സത്യമാണ്. അദ്ദേഹം മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു. MA പഠിക്കുമ്പോഴാണ് ഞാനവിടെ അധ്യാപകനായി പ്രവേശിക്കുന്നത്. അപ്പോഴും അദ്ദേഹം വ്യത്യസ്തനായ വിദ്യാർത്ഥിയായിരുന്നു. ചില വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗം വെച്ചാൽ ഏറ്റവും ഭംഗിയായി പ്രസംഗിക്കുന്നതും വ്യത്യസ്തമായ ആശയങ്ങൾ അവതരിപ്പിക്കുന്നതും എപ്പോഴും വസന്തനായിരുന്നു. കോളേജിൽ നിന്ന് പോയതിനു ശേഷം അധ്യാപകനായി, നല്ല അധ്യാപകനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്ക് മാനദണ്ഡം വെച്ച് നിശ്ചയിക്കാൻ പറ്റാത്ത കാര്യമാണ്, എനിക്ക് അനുഭവിക്കാത്ത കാര്യമാണ്. അദ്ദേഹം റിസർച്ചിന് ഗൈഡായിരുന്നു. അനേകം ആളുകൾക്ക് അദ്ദേഹം PhD ബിരുദം ലഭിക്കുന്നതിന് വളരെ രചനാത്മകമായ സഹായം ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും ഉപരിയായി അദ്ദേഹത്തെ നാം മാനിക്കുന്നത് എഴുത്തച്ഛൻ അവാർഡ് നൽകിയതിൻ്റെ അടിസ്ഥാനം അതാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യമായ പുരസ്കാരമാണ്. അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്, വിമർശനങ്ങൾ എഴുതിയിട്ടുണ്ട്, ചരിത്രപരമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, അങ്ങനെ പലതും എഴുതിയിട്ടുണ്ട്. ഈ ഓരോ ശാഖയിലും അദ്ദേഹം തൻ്റെ വ്യക്തിത്വം എപ്പോഴും പ്രദർശിപ്പിക്കുന്നു. വ്യക്തിത്വം എന്ന് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളെപ്പോലൊരു വ്യക്തിയാണ്, നിങ്ങൾക്കും എനിക്കും അറിയാം. പക്ഷേ അതേ സമയത്ത് തന്നെ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു അംശം എന്നിലെപ്പോഴും ഉണ്ടായിരിക്കും. ആ വ്യത്യസ്തമായ വീക്ഷണം, വ്യത്യസ്തമായ പ്രതിപാദനം, വ്യത്യസ്തമായ സ്റ്റൈൽ, ഇതെല്ലാം എക്കാലത്തും വസന്തൻ്റെ പ്രത്യേകതകളായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാശ്ചാത്യ സാഹിത്യ മീമാംസയെക്കുറിച്ച് അതൊരു സമുദ്രമാണ്. അത് പ്ലേറ്റോയുടെ കാലം മുതൽ ഇന്ന് വരെ വേണമെങ്കിൽ സോക്രട്ടീസിൻ്റെ കാലം മുതൽ എന്ന് പറയാം ഉള്ള അനേകം ചിന്തകന്മാർ പാശ്ചാത്യ ദേശങ്ങളിൽ ഒരുപാട് സംഭാവനകൾ സാഹിത്യ വിമർശനത്തിന് നൽകിയിട്ടുണ്ട്. അതേക്കുറിച്ച് മലയാളത്തിൽ പലരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പാശ്ചാത്യ സാഹിത്യ തത്വശാസ്ത്രം, ദർശനം, ഇത പേര് എല്ലാത്തിൻ്റെയും ഗുണം വായിച്ചാൽ വ്യക്തമല്ല എന്നതാണ്. വായിച്ചാൽ മനസ്സിലായില്ലെന്നും എല്ലാവരും പറയും, ഞാൻ വ്യക്തമല്ല എന്നും. അത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി SK വസന്തനാണ് വായനക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ സാഹിത്യ ചിന്തകന്മാരെക്കുറിച്ച്, അവരുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ച് മലയാളത്തിൽ എഴുതിയിട്ടുള്ളത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വ്യക്തമായ പ്രതിപാദന രീതി. നമ്മൾ ഭാഷ എഴുതുന്ന മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയല്ല. അനേകം ആളുകൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് എഴുതുന്നത്. മനസ്സിലാക്കാത്തതിനെ ബഹുമാനിക്കുന്ന ആളുകൾ ധാരാളം ലോകത്തിലുള്ളതുകൊണ്ട് അവർ ഓടിച്ചുകൊണ്ട് നടക്കും. അതിൽ നിന്ന് ഭിന്നമായി ഞാൻ വായിക്കുന്നത്, ഞാൻ എഴുതുന്നത് എന്തായാലും അതിലെ ആശയം നിങ്ങളുടെ അന്തരംഗത്തിൽ അവശേഷിക്കണം എന്ന നിശ്ചയത്തോടു കൂടി വ്യക്തമായി എഴുതുന്ന ഒരാളാണ്. അതിനൊരു യുക്തിബോധം അദ്ദേഹത്തിനുണ്ട്. രണ്ടാമത്തെ കാരണം, അദ്ദേഹം എല്ലായിടത്തിലും മലയാള കവിതയിൽ നിന്ന് ഉദാഹരണം കൊടുക്കുന്നുണ്ട്. കവിതയെക്കുറിച്ചാണ് ഒരു സിദ്ധാന്തമെങ്കിൽ ഉദാഹരണം വൈലോപ്പിള്ളിയുടെ ഇന്ന കവിത, കുഞ്ഞിരാമൻ നായരുടെ ഇന്ന കവിത എന്നിവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുസ്തകം മലയാളത്തിൽ അദ്ദേഹം മാത്രമാണ്. അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ പരിഭാഷ, റൊമൈൻ റോളൻ്റെ നോവൽ പരിഭാഷയുണ്ട്. അതൊരു സാഹസികമായ കൃത്യമാണ്. വായിച്ചാൽ നമുക്ക് താഴെ വയ്ക്കാതെ വായിക്കാൻ തോന്നുന്ന നോവലാണ്. പക്ഷേ ആ ഫ്രഞ്ച് നോവൽ അതിൻ്റെ രസം അല്പം പോലും ചോർന്നു പോകാതെ മലയാളി സ്ത്രീകൾക്ക് ആസ്വാദനക്ഷമമായ രീതിയിൽ അദ്ദേഹം പരിഭാഷ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലും റീഡബിലിറ്റി ഉണ്ട്. നോവൽ എന്ന രീതിയിൽ ഞാനതിൻ്റെ വിലയ്ക്ക് നോക്കിയിട്ടില്ല, അത് പ്രകാശിപ്പിച്ച് ഞാനാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അനേക രീതികളിൽ ചരിത്രവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹത്തിന് ഇനിയും കർമ്മശേഷി അവശേഷിക്കുന്നു. ഞങ്ങളെക്കാളെല്ലാം പ്രായം കുറവാണ്, കർമ്മശേഷിയുണ്ട്. ആ കർമ്മശേഷിയിലൂടെ മലയാള ഭാഷയ്ക്കും കേരള സംസ്കാരത്തിനും ഇനിയും ധാരാളം സംഭാവനകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമാറാകട്ടെ. അതിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു ഗുരു എന്ന രീതിയിൽ എൻ്റെ അനുഗ്രഹവും എൻ്റെ ആശംസവും അദ്ദേഹത്തിന് വളരെ സുലഭമായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണത്രേ വസന്തൻ മാഷിന് ആദ്യമായി സമ്മാനം കിട്ടുന്നത്. അതുവരെ കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും ഒന്നാമനായതുകൊണ്ട് കൊല്ലാവസാന പരീക്ഷയ്ക്ക് എഴുതുവാനുള്ള കടലാസായിരുന്നു സമ്മാനം. പിന്നെ ഉപന്യാസ മത്സരങ്ങളിൽ, കവിതാ മത്സരങ്ങളിൽ തുടങ്ങിയ സമ്മാനങ്ങൾ സ്കൂൾ പഠനകാലത്തും കോളേജ് കാലത്തും കിട്ടിയപ്പോൾ അക്കാഡമിയിൽ നിന്നും കിട്ടിയ ആദ്യ സമ്മാനം തുഞ്ചൻ പ്രബന്ധ മത്സരത്തിനും പിന്നെ വൈജ്ഞാനിക സാഹിത്യത്തിന് സമഗ്ര സംഭാവനയ്ക്കുമായിരുന്നു. ചിന്താ പുരസ്കാരം, MS മേനോൻ പുരസ്കാരം, CP മേനോൻ പുരസ്കാരം,
കേരള ഹിസ്റ്ററി അസോസിയേഷൻ പുരസ്കാരം, ശൂരനാട്ട് കുഞ്ഞൻപിള്ള പുരസ്കാരം, MV പൈലി പുരസ്കാരം, സോമദാസൻ പുരസ്കാരം, പുത്തേഴൻ പുരസ്കാരം, ആ പട്ടിക നീളുകയാണ്. ഇപ്പോഴിതാ കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരവും. ലോകമേ തറവാട് തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ത്യാഗമെന്നതേ നേട്ടം താഴ്മ താൻ അഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ താരകാമണിമാല ചാർത്തിയാലതും കൊള്ളാം കാരണിച്ചളി നീളെ പുരണ്ടാലതും കൊള്ളാം ഇല്ലിഹ സംഗം ലേപം എന്നിവ സമസ്വച്ഛം അല്ലയോ വിഹായസ് ഔവണ്ണമെൻ ഗുരുനാഥൻ അല്ലയോ വിഹായസ് ഔവണ്ണമെൻ ഗുരുനാഥൻ. വസന്തൻ മാഷ് 100 ചാന്ദ്ര വർഷങ്ങൾ ജീവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കാലം സാക്ഷി എന്നുപേരായ ബൃഹത്തായ ആഖ്യായികയുടെ രചനയാകുന്ന തപസ്സിൽ ഏർപ്പെട്ടത്. അത്ഭുതകരമായ ഒരു നേട്ടമാണ് അത്. 1051 പേജുള്ള ഒരു ബൃഹദ് ആഖ്യായിക 466 ദിവസം കൊണ്ട് അത് എഴുതി തീർത്തു. 1051 അക്ഷരാളി കലിത തനുലത എന്ന് വേണമെങ്കിൽ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം. 51 അക്ഷരാളി കലിത തനുലതയെ വേദമാകുന്ന ശാഹിക്കൊമ്പത്ത് അമ്പോടും മുക്കും എന്നാണല്ലോ പഴയ ശ്ലോകം. ഇത് 1051 അക്ഷരം ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. 1051 അക്ഷരാളി കലിത തനുലത എന്ന് ഈ ബൃഹദ് ആഖ്യായികയെ വിശേഷിപ്പിക്കാം. ഇത്തരമൊരു ഗ്രന്ഥം രചിക്കാൻ ഇന്ന് കേരളത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ. അത് വസന്തൻ മാഷാണ്. കാലം സാക്ഷി എന്ന ഈ പുസ്തകം ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സ്വാതി തിരുനാളിൻ്റെ കാലം മുതൽ ഇന്നേ വരെയുള്ള കേരള ചരിത്രത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളും ഇതിൽ ഒരു കഥാരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ചിലത് ഭാവനാപരമായി കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. അങ്ങനെ ഒരുപാട് ഭാവനയും ശരിയായ ചരിത്രവും കൂട്ടിച്ചേർത്ത് നെയ്തെടുത്തിട്ടുള്ള ഊടും പാവുമാക്കി നെയ്തെടുത്തിട്ടുള്ള ഒരു മഹത്തായ കൃതിയാണ് ഈ കാലം സാക്ഷി. അത് 466 ദിവസം കൊണ്ട് രചിച്ചു എന്നുള്ളത് വലിയ ഈ കാലഘട്ടത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. പ്രഗത്ഭന്മാർക്ക് ആപത്തും സമ്പത്താക്കി മാറ്റാൻ പറ്റും. കൊറോണ കാലത്ത് ആപത്ത് വന്നപ്പോൾ അദ്ദേഹം അതിനെയും ഇങ്ങനെ സമ്പത്താക്കി മാറ്റി. ആ സമ്പത്താണ് ഈ കാലം സാക്ഷി എന്ന പുസ്തകം. അതിൽ കേരള ചരിത്രത്തെ പറ്റി സംസ്കൃതത്തിലൊരു മഹാകാവ്യം ഉണ്ടായിട്ടുണ്ട്. അത് എഴുതിയത് ഡോക്ടർ KN എഴുത്തച്ഛനാണ്. കേരളോദയം എന്നു പേര്. ആ കേരളോദയത്തിൽ സംഘകാലം മുതൽക്കുള്ള ചരിത്രമുണ്ട്. ഇതിൽ സ്വാതി തിരുനാൾ മുതൽക്കുള്ള 1 നൂറ്റാണ്ടിലെ ചരിത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 1.5 നൂറ്റാണ്ട്. ഇത്ര ചെറിയ ഒരു ചരിത്രമായിട്ടും കേരളോദയത്തിനേക്കാൾ വലിയ ബൃഹത്തായ ഗ്രന്ഥമായി തീർന്നിരിക്കുന്നു ഇത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്ര വിശദമാണ് ആഖ്യാനം എന്നുള്ളത്. പറയാനുള്ള മറ്റൊരു കാര്യം, ഹഡ്സൻ്റെ സാഹിത്യ നിരൂപണ ഗ്രന്ഥം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ജീൻ ക്രിസ്റ്റഫ് എന്ന അതിവിപുലമായ ആഖ്യായിക മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇങ്ങനെ ഉഭയഭാഷാ പണ്ഡിതനായതുകൊണ്ട് ഇങ്ങനെ ഈ വിവർത്തനത്തിലും അദ്ദേഹം ശരിക്കും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ജീൻ ക്രിസ്റ്റഫിൻ്റെ വിവർത്തനം ഒരു വലിയ അത്ഭുതം തന്നെയാണ്. എടപ്പള്ളി കരുണാകരൻ്റെ മകന് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത്. അതിനൊക്കെ പുറമെ ഏറ്റവും അധികം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് സാഹിത്യ നിരൂപണത്തിലാണ്. നിരൂപണങ്ങൾ ആഴക്കാഴ്ചയുള്ള നിരൂപണങ്ങളാണ്.
വൈലോപ്പിള്ളിയുടെ കൃതികൾക്ക് അവതാരിക എഴുതിയവർ കുട്ടിക്കൃഷ്ണമാരാർ, കൈനിക്കര കുമാരപിള്ള, MN വിജയൻ, PA വാര്യർ, KP ശങ്കരൻ ഇങ്ങനെയുള്ള പ്രഗത്ഭമതികളാണ്. കൂട്ടത്തിൽ ഞാനും ഒന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറയട്ടെ. എന്നാൽ ഈ പറഞ്ഞ എല്ലാവരെക്കാളും കൂടുതൽ ആഴകാഴ്ചയും വ്യാപകമായ ദർശനവും സമഗ്ര ദർശനവും പ്രകടിപ്പിച്ചിട്ടുള്ളത് വസന്തൻ മാഷ് എല്ലാ അവതാരികളെക്കാളും ശ്രദ്ധേയമായ അവതാരികയാണത്. വസന്തൻ മാഷക്ക് സാഹിത്യ നിരൂപണത്തിലുള്ള ഈ വിപുല ദർശനവും ആഴക്കാഴ്ചയും നല്ലപോലെ തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം വൈലോപ്പിള്ളി അദ്ദേഹത്തിൻ്റെ സമഗ്ര കൃതികൾക്ക് അവതാരിക എഴുതാൻ വസന്തൻ മാഷെ ഏർപ്പെടുത്തിയത്. ഞാൻ അഹങ്കാരത്തോടെ കയ്യിലേന്തിയതാണ് ഈ പേന വെക്കട്ടെ താഴെ എന്ന 2 വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവതാരിക സമാപിക്കുന്നതെങ്കിലും ഒരു വക അഹന്തയുമില്ലാതെ വളരെ എളിമയോടുകൂടി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ആ അവതാരികയിൽ അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. നമ്മുടെ പല എഴുത്തുകാരും സാഹിത്യത്തിൽ 1-2 ശാഖകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിജയം വരിക്കുമ്പോൾ വസന്തൻ മാഷ് മിക്കവാറും എല്ലാ ശാഖകളിലും പ്രവർത്തിക്കുന്നു എന്നത് ശ്രദ്ധിക്കാതെ വയ്യ. ചെറുകഥ, നോവൽ, നിരൂപണം, ചരിത്രം, ചരിത്ര നോവൽ, പദ്യനാടകം, സംസ്കാര പഠനം, റേഡിയോ നാടകം, നിഘണ്ടു, ജീവചരിത്രം, വിവർത്തനം, സമാഹരണം എല്ലാം അദ്ദേഹത്തിന് വഴങ്ങും. ചെറുപ്പത്തിൽ കവിത എഴുതിയിരുന്ന മാഷ് അല്പം നേരമ്പോക്കോടെ പറയാറുള്ളത് G. ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ, ഇടശ്ശേരി, വൈലോപ്പിള്ളി തുടങ്ങിയവരുടെ കവിതകൾ വായിച്ചപ്പോൾ താൻ കവിത എഴുത്ത് നിർത്തിയെന്നാണ്. പുതിയ കവികൾ പലരും അവയെല്ലാം വായിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹവും പ്രകടിപ്പിക്കും ചിരിയോടെ. ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് തന്നെ മുത്തശ്ശൻ എടുത്തുകൊണ്ട് നടക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ മുത്തശ്ശനെ കാണാനായിട്ട് കാലടിയിലേക്ക് പോകുമ്പോഴൊക്കെ മുത്തശ്ശൻ എന്നെ എടുത്തുകൊണ്ട് പുഴ വരെ കൊണ്ടുപോകും. പുഴയിൽ കാലൊക്കെ മുക്കി തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അതാണ് എൻ്റെ ഏർലിയസ്റ്റ് മുത്തശ്ശനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ. പിന്നെ ഈ സാഹിത്യ അക്കാദമിയിലെ പരിപാടികൾക്കും മറ്റും മുത്തശ്ശൻ എപ്പോഴും എന്നെ ഇങ്ങനെ കൊണ്ടുപോകും, പല പല പരിപാടികൾക്ക് കൊണ്ടുപോകും. അപ്പോൾ മുത്തശ്ശൻ എന്നെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് പൗത്രി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പൗത്രി എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുന്ന മുത്തശ്ശൻ്റെ അടുത്തുനിന്ന്. പിന്നെ ഞാൻ അധികം ആരും ഉപയോഗിച്ച് കേട്ടിട്ടില്ല പൗത്രി എന്നുള്ളത്. അതെൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു, മുത്തശ്ശൻ്റെ പൗത്രി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോൾ മുത്തശ്ശൻ്റെ ലൈബ്രറിയിൽ ഇടയ്ക്ക് പൊടി തട്ടാനൊക്കെ വിളിക്കും എന്നെ. അപ്പോൾ ഞാനിങ്ങനെ പൊടിയൊക്കെ തട്ടി പുസ്തകങ്ങളെ സ്നേഹിക്കാൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മുത്തശ്ശൻ എപ്പോഴും എനിക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, അതായത് ഓർത്ത് നോക്കുമ്പോൾ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് മെമ്മറീസ് മുത്തശ്ശൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് തന്നെയാണ്. ഒറിയാമി, ഈ ഓരോ പൂവ്, കൊട, അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റും കൂടി വന്നു എന്ന് പറയാം. മുത്തശ്ശൻ ഒരുപാട് വരയ്ക്കും. മുത്തശ്ശൻ്റെ കുഞ്ഞു കുഞ്ഞു പെയിൻറ്റിങ്ങുകളും പിന്നെ വാതിലുമൊക്കെ പക്ഷികളെയൊക്കെ വരയ്ക്കും. അങ്ങനെ എനിക്ക് വരയ്ക്കാനും ഒരു ഇൻസ്പിറേഷനായി. അങ്ങനെ ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം ഞാൻ ആർക്കിടെക്ചറിലേക്ക് എത്തിപ്പെടണേ. അപ്പോൾ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ഔട്ട്ലെറ്റ്സും വായനയോടുള്ള സ്നേഹമൊക്കെ മുത്തശ്ശൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ എപ്പോഴും മുത്തശ്ശനായിട്ട് സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഫ്ലാറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാനും മുത്തശ്ശനും കൂടി ഒരുപാട് വിശേഷം പറഞ്ഞിരിക്കും. അപ്പോൾ കേരള ചരിത്രത്തിനെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞു തരും. അങ്ങനെ മുത്തശ്ശനിൽ നിന്നാണ് എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവുകളും ഒക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും മുത്തശ്ശൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളതൊരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഇതാണ്. പുസ്തകത്തിൻ്റെ കവർ ഡിസൈൻ എന്നെ ഏൽപ്പിക്കുന്ന പരിപാടികൾ ഇപ്പോൾ 2 പുസ്തകത്തിൻ്റെ മുത്തശ്ശൻ്റെ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഇങ്ങനെ അന്തർധാര സജീവമാണ്. മുത്തശ്ശൻ ഇഷ്ടംപോലെ കഥ പറഞ്ഞു തരും. അപ്പോൾ ചില കഥകൾ മുത്തശ്ശൻ്റെ സ്വന്തം ക്രിയേഷൻസാണ്. ചിലത് മുത്തശ്ശൻ ഇങ്ങനെ കേട്ട് വളർന്ന കഥകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. മുത്തശ്ശൻ മാത്രമല്ല, അച്ഛനും പറഞ്ഞു തരുമായിരുന്നു. മുത്തശ്ശൻ്റെ ഫാമിലി, എനിക്ക് തോന്നുന്നു അവരെല്ലാവരും കഥകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നല്ല താല്പര്യമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. കാലടിയിലെ ജീവിതകാലം വായനയുടെ കാലമായിരുന്നു. പെരിയാറിൻ്റെ മണൽപ്പുറത്തിരുന്ന് വൈകുന്നേരങ്ങളിൽ അന്നന്നു വരുന്ന വാരികകൾ മാതൃഭൂമി, മലയാളം, കലാകൗമുദി, കുങ്കുമം, മലയാളനാട്, ദേശാഭിമാനി എന്നിവ വായിക്കുക ഒരു വ്രതം പോലെ കൊണ്ടു നടന്നു. 1-2 മാസമല്ല, 20-ലധികം കൊല്ലം. അന്ന് വായന ലഹരിയായിരുന്നു എന്നാണ് മാഷ് പറയാറ്. കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റായി ഞാനിരുന്ന ഘട്ടത്തിൽ ഏതാണ്ട് നിത്യേന എന്നോണം തന്നെ വസന്തമാഷുമായി ഇടപെടാൻ കഴിഞ്ഞിരുന്നു.
അന്നും ഒക്കെ ശ്രദ്ധിച്ചിട്ടുള്ളത്, നമുക്ക് മനസ്സിൽ സാഹിത്യ സംബന്ധിയായ എന്ത് സംശയം ഉണ്ടായാലും ആ സംശയങ്ങൾക്കൊക്കെ നിവാരണം വരുത്താൻ ആദ്യമായും അവസാനമായും ചെന്ന് സമീപിക്കാവുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഞങ്ങളൊക്കെ വസന്തൻ മാഷ് അന്ന് കണ്ടിരുന്നത്. അപ്പോഴും മനസ്സിൽ കൂടുതൽ ശ്രദ്ധേയമായി നിന്നത് ഈ പോയറ്റിക്സിൽ അദ്ദേഹത്തിനുള്ള അവഗാഹമാണ്. ആ പോയറ്റിക്സിൻ്റെ കാര്യത്തിൽ ഓറിയൻ്റൽ പോയറ്റിക്സുമുണ്ട്, ഈ വെസ്റ്റേൺ പോയറ്റിക്സുമുണ്ട്. രണ്ടും ഇതുപോലെ പഠിച്ചിട്ടുള്ള, ഇതുപോലെ താരതമ്യപ്പെടുത്തി പറഞ്ഞു തരാൻ കഴിയുന്ന അധികം പേര് നമുക്കില്ല. അങ്ങനെ അധികം പേരില്ല എന്നൊരു തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴാണ് വസന്തൻ മാഷിൻ്റെ ഒരു ഭാവഗരിമ നമുക്ക് കൂടുതലായിട്ട് ബോധ്യമാവുന്നത്. കുലപർവ്വത സമാനമായൊരു വ്യക്തിത്വമെന്നോ മഹാസാഗര സമാനമായൊരു വ്യക്തിത്വമെന്നോ ഒക്കെ പറയണം വസന്തൻ മാഷിനെക്കുറിച്ച്. വിജ്ഞാനത്തിൻ്റെ ഒരു മഹാസാഗര വ്യക്തിത്വം, അല്ല വിജ്ഞാനത്തിൻ്റെ ഒരു കുലപർവ്വത സാന്നിധ്യം എന്നൊക്കെ പറയാം. അത്തരം കുലപർവ്വതങ്ങൾ നിന്നിടങ്ങളിൽ ചെറു മൺകൂനകൾ പോലും ഇല്ലാതാവുന്ന ഇന്നത്തെ ഒരു വർത്തമാന അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ വസന്തൻ മാഷ് എത്രയേറെ വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മളുടെ സാംസ്കാരിക സാഹിത്യ ഈടുവയ്പ്പുകൾക്ക് എത്രയേറെ വിലപ്പെട്ടതാണ് എന്നുള്ളത് കൂടുതൽ തിരിച്ചറിയുകയാണ്. പെരിയാറിൻ്റെ തീരത്തിരുന്ന് വൈലോപ്പിള്ളി മാഷ് ദീർഘമായി സംസാരിച്ചതിനെപ്പറ്റി മാഷ് എഴുതിയിട്ടുണ്ട്. ജോലി നൽകിയതും നഷ്ടപ്പെടാതെ അത് സംരക്ഷിച്ചതും ആഗമാനന്ദ സ്വാമികളാണ് എന്ന് പെരിയാറിൻ്റെ ഓർമ്മകളിൽ കൂട്ടിച്ചേർക്കാറുണ്ട്. പിരിച്ചുവിടലിൻ്റെ ഭീതിജനകമായ ഓർമ്മകൾ ഇപ്പോൾ നിസ്സംഗനായല്ല ഒട്ടൊരു നർമ്മത്തോടെ മാഷ് വിവരിക്കാറുണ്ട്. ആ ദിവസങ്ങളിൽ അനുഭവിച്ച മാനസിക വേദനയെപ്പറ്റി ആരുമറിയാതെ നിസ്സഹായതയിൽ വിതുമ്പിക്കരഞ്ഞുപോയ നാളുകളെപ്പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട് മാഷിന്. ആ മൂകവേദനകൾ എന്നെങ്കിലും മുത്തുകളായി നമുക്ക് കിട്ടുമോ ആവോ? പിരിച്ചുവിടലിൻ്റെ ഭീതിജനകമായ ഓർമ്മകൾ മാഷിപ്പോഴും ഓർക്കുന്നുമുണ്ട്. വസന്തം ഋതുക്കളുടെ രാജാവാണെന്നാണ് വെപ്പ്. ഏറ്റവും പ്രസന്നമായ ഋതുവാണ് വസന്തം. വസന്ത ഋതുവിൻ്റെ പൂവ് ചേമന്തിയാണ് എന്ന് പറയുന്നു. ചേമന്തി വെള്ള പൂവാണ്. വെള്ള പ്രസന്നതയുടെ പ്രതീകമാണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. സദാ ചിരിക്കുന്ന വസന്തൻ്റെ മുഖം അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിൽ ഒരു ശൈവ കലയുണ്ട്. കാളകൂടം എടുത്തു കുടിക്കുകയും അമൃത് മറ്റുള്ളവർക്കായി യഥേഷ്ടം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശൈവ കല. ഈ ശൈവ കല വസന്തനിൽ ഏറ്റവും പ്രകടമായി ഞാൻ നിരീക്ഷിച്ചു പോന്നിട്ടുള്ളത് വസന്തൻ്റെ നിരൂപണങ്ങളിലാണ്. ഒരു നിരൂപണ ഗ്രന്ഥത്തിന് അപ്രദക്ഷിണം എന്നാണ് പേര് എന്നുകൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കുക. വായന പോലെയാണ് അധ്യാപനവും. അതിപ്രഗത്ഭരായ അധ്യാപകരിൽ നിന്നും പകർന്നു കിട്ടിയതാണ് ആ പ്രാഗൽഭ്യം. വളരെ കൃത്യമായി ഒരു സംശയവും ബാക്കി വരാത്ത മട്ടിൽ കാര്യങ്ങൾ അതീവ ലളിതമായി അദ്ദേഹം വിവരിക്കും. അദ്ദേഹത്തിൻ്റെ ക്ലാസുകളിൽ ഇരുന്നിട്ടുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് അതിന് സാക്ഷികൾ. അധ്യാപകൻ എന്ന നിലയിൽ 22-ാം വയസ്സിൽ തുടങ്ങിയ ഈ തപസ് 66 വർഷം പിന്നിട്ടിട്ടും മങ്ങലേൽക്കാതെ തുടരുന്നു. ആദ്യ ക്ലാസ് എടുക്കാൻ തയ്യാറെടുത്ത പോലെ തന്നെ ഇപ്പോഴും തയ്യാറെടുത്തുകൊണ്ടേ മാഷ് ക്ലാസ്സിൽ പോകാറുള്ളൂ. അത് നമ്മളുടെ എല്ലാ സാഹിത്യകൃതികളിലും അനുകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് നോവലുകളെ അനുകരിച്ചുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മലയാളം നോവലുകൾ ആദ്യകാലത്ത് എഴുതിയിരിക്കുന്നത്. മലയാളികൾ ആരാരൊന്നുമല്ല. ഇപ്പം ഇംഗ്ലീഷ് നോവലിനെ അനുകരിച്ച് ഒരു ഇംഗ്ലീഷ് നോവൽ വായിച്ചാൽ ചുരുങ്ങിയത് ഒരു മലയാളം നോവൽ എഴുതും, പറ്റുമെങ്കിൽ 2 എഴുതും. അങ്ങനെ ഒരു രീതിയിലാണ് ആളുകൾ എഴുതിയിരുന്നത്. വസന്തൻ മാഷ് ഞങ്ങൾ ശിഷ്യർ ഓരോരുത്തരുടെയും ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്.
മാഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു വിജ്ഞാനകോശം, അതാണ് മാഷ്. സഞ്ചരിക്കുന്ന ഒരു ലൈബ്രറി എന്ന് തന്നെ നമുക്ക് മാഷെ പറയാൻ പറ്റും. മാഷ് ക്ലാസ് എടുക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. പക്ഷേ അത് പറയുന്നതിനിടയ്ക്ക് ആ സന്ദർഭത്തിനിണങ്ങുന്ന ചരിത്രപരവും സാംസ്കാരികവും സാഹിത്യപരവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ, കുസൃതികൾ, നർമ്മോക്തികളൊക്കെ മാഷ് പറഞ്ഞു തരും. അത് വളരെ സ്വാഭാവികമായി ക്ലാസ് എടുക്കുന്ന അതേ ഗൗരവത്തിലാണ് മാഷ് ഈ നർമ്മോക്തികളൊക്കെ പറയുന്നുണ്ടാവുക. അപ്പോൾ അത് പെട്ടെന്ന് ക്ലിക്കാവുന്ന കുറേ ആളുകൾ അത് ക്ലാസ്സിൽ കേട്ട് ഇത് ചിരിച്ചു മറിയുന്നുണ്ടാവും. നമ്മൾ എത്ര ചിരിച്ചിട്ടുണ്ടെങ്കിലും മാഷുടെ മുഖത്ത് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ മാഷ് പതിവ് പോലെ ക്ലാസ് തുടരുന്നുണ്ടാവും. അപ്പോൾ കുറേ ആളുകൾ ചിരിക്കുമ്പോൾ ഇത് അത്ര പെട്ടെന്ന് കത്താത്ത കുറേ ആളുകൾ ചോദിക്കും ഇത് എന്താ കാര്യം എന്ന് ചോദിക്കും. മാഷ് ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിതപ്പം വിശദീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള അന്ന് ക്ലാസ്സിലെ സന്ദർഭവശാൽ പറഞ്ഞിട്ടുള്ള പല നർമ്മങ്ങളും ഈ ക്ലാസ് നോട്ടിൻ്റെയൊക്കെ സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരധ്യാപികയായപ്പം ഇതുപോലെ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇതേ സന്ദർഭം തന്നെ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ കൃത്യമായിട്ടും ആ പറഞ്ഞ ആശയങ്ങൾ, ആ പറഞ്ഞ നർമ്മമൊക്കെ നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ ഒരിക്കലും ആ നർമ്മം ക്ലാസ്സിൽ പറയാൻ തക്കവണ്ണമുള്ളൊരു ശേഷി നമുക്കില്ല. കാരണം അത് സ്വയം ആസ്വദിക്കാൻ എന്നല്ലാതെ മറ്റൊരാളെ പറഞ്ഞ് ഫലിപ്പിക്കാൻ മാഷോളം പ്രാപ്തി നമുക്ക് ആയിട്ടില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. മാഷിലെ അധ്യാപകനെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത് തൃശ്ശൂരിലെ മലയാള പഠന ഗവേഷണ കേന്ദ്രത്തിലെ ജോയ് പോൾ മാഷാണ് എന്ന് നമുക്കറിയാമല്ലോ. വസന്ത മാഷെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് 100 നാവുകളുണ്ട്. കാരണം മലയാള സാഹിത്യത്തിലേക്കും ഭാഷയിലേക്കും എന്നെ ആനയിച്ച വ്യക്തികളിൽ ഏറ്റവും പ്രമുഖനാണ് മാഷ്. ശ്രീശങ്കര കോളേജിലെ ക്ലാസ് മുറികളിൽ പ്രത്യേകിച്ച് യാതൊരു താല്പര്യവുമില്ലാതിരുന്ന പലരെയും മലയാള സാഹിത്യത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ആൾ കൂടിയാണ് മാഷ്. സാഹിത്യത്തിൽ പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യം ഭാഷയെ ആഴത്തിൽ പഠിക്കണം എന്നുള്ള നിലയിലേക്ക് എത്തിച്ച വ്യക്തികളൊരാളാണ് മാഷ്. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം മാഷ് തൃശ്ശൂർ താമസാക്കിയപ്പോൾ ഒരു ദിവസം അവിചാരിതമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, മാഷേ മലയാള പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് വന്നൂടെ? പിന്നെന്താ ചോദിപ്പോളെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യാതൊരു മടിയുമില്ലാതെ പഠനകേന്ദ്രത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ 10-20ഓളം വർഷങ്ങളായിട്ട് മാഷ് കേന്ദ്രത്തിലെ അധ്യാപകനാണ്. എന്തായാലും മാഷെ പോലെ ഒരാളെ നമ്മുടെ കാലത്ത് കിട്ടിയെന്നുള്ളത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു വലിയ മനുഷ്യൻ, ഒരു തലമുറയുടെ അവസാനത്തെ കണ്ണീന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലൊരാളെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് കിട്ടിയെന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ആ നിലയിൽ ഞാൻ മാഷുടെ മാനസപുത്രനും കൂടിയാണ്. കാലടി ശങ്കര കോളേജിൽ 33 കൊല്ലം, ആലുവ ക്വീൻ മദേഴ്സിൽ 1 കൊല്ലം, ചങ്ങനാശ്ശേരി മലയാള വിദ്യാപീഠത്തിൽ 3 കൊല്ലം, കാലടി സംസ്കൃത സർവകലാശാലയിൽ 3 കൊല്ലം, തൃശ്ശൂർ മലയാള പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഈ 88ാം വയസ്സിലും തുടരുന്ന അധ്യാപനം. 6.5 പതിറ്റാണ്ടിലധികമായുള്ള അധ്യാപനം. ഇതിനിടെ മാഷിൻ്റെ മേൽനോട്ടത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടിയവർ 14 പേരാണ്. മാഷിൻ്റെ സ്റ്റുഡൻസിൽ ഏറ്റവും അവസാനത്തെ ഗവേഷണ വിദ്യാർത്ഥിയാണ് ഞാൻ. വസന്ത മാഷെ പോലെ ഒരു ഗൈഡിനെ, ഒരു മാർഗനിർദ്ദേശിയെ ലഭിച്ചില്ലായിരുന്നെങ്കിൽ അത് ആ വിഷയം ഈ രീതിയിൽ മനോഹരമായി അടുക്കും ചിട്ടയോടും കൂടി മുഴുവനാക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം കേരളത്തിൽ അത്രയൊന്നും ഗദ്യസാഹിത്യത്തിൽ NV കൃഷ്ണവാര്യരുടെ പഠനങ്ങൾ നടന്നിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിത് തുടങ്ങുന്നത്. വസന്ത മാഷിൻ്റെ ഒരു ധിഷണയും ഒരു ദീർഘവീക്ഷണവും ഒരു കഴിവുമാണ് എന്നെ ഇത്തരത്തിലൊരു വിഷയത്തിൽ തുടരാൻ പ്രേരിപ്പിച്ചത്, അത് അവസാനിപ്പിക്കാൻ ധൈര്യം തന്നതും. കാലടിയിൽ നിന്നും മാഷ് തൃശ്ശൂർക്ക് താമസം മാറ്റിയത് 1999 അവസാനം. അച്ഛനെയൊക്കെ കുറച്ചൊക്കെ പേടിയായിരുന്നു ഞങ്ങൾക്ക്. കാരണം അന്നും വലിയ, ഇപ്പോഴാണ് ഇപ്പോൾ കുറച്ച് ഭേദം, അന്ന് കുറച്ചും കൂടെ ഗൗരവക്കാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തുടങ്ങിയൊരു 10ാം ക്ലാസ് വരെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പേടിയോടുകൂടി തന്നെയാണ് അച്ഛനെ കണ്ടിരുന്നത്.
പിന്നെ ഞങ്ങൾ മുത്തശ്ശിയമ്മയും അമ്മയും ഉള്ള കാരണം ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇതിൽ. കാരണം അച്ഛൻ വന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അച്ഛനെ സമീപിക്കുക എന്നുള്ള രീതിയിലായിരുന്നു അധികം ഞങ്ങൾ, ഞാനായാലും അനിയനായാലും ഞങ്ങൾ അതായിരുന്നു. അച്ഛൻ്റെ ഒരു ലോകത്തിലായിരുന്നു അധികവും. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമൊന്നുമില്ല, ചെയ്തു തരാൻ പറ്റുന്ന ഒരാളാണല്ലോ, കഴിവുള്ള ആളായതുകൊണ്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അച്ഛനെ എല്ലാ കാര്യത്തിലും സമീപിക്കാറുള്ളൂ. അച്ഛനെ വിട്ടേ, കാരണം ഇവർ രണ്ടുപേരും, എൻ്റെ അമ്മയാണെങ്കിലും വീട്ടുകാരെയും വളരെ നന്നായി നോക്കും, മുത്തശ്ശമ്മയാണെങ്കിലും മറ്റു ഞങ്ങളുടെ പഠന കാര്യവും അങ്ങനെ നോക്കും. ഒരുപക്ഷെ എനിക്ക് അച്ഛന് അതൊരു ഭാഗ്യം കിട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. അച്ഛൻ്റെ ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനൊരു അവസരം അതുകൊണ്ടുണ്ടായി. മാഷിൻ്റെ മക്കൾ ഇരുവരും തൃശ്ശൂരാണ് താമസം. എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത ജയദേവനും ബിസിനസ്സുകാരനായ ജയകൃഷ്ണനും പേരക്കുട്ടികളുടെ സാമീപ്യം, മക്കളുടെ സഹായം ഇവ മാത്രമല്ല ഈ പറിച്ചുനടലിന് ഇടവരുത്തിയത്. കേരള സാഹിത്യ അക്കാദമിയിലെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും അതിന് പ്രേരകമായി. എസ് കെ വസന്തൻ മാഷുമായിട്ട് ഞാൻ വളരെ സൗഹൃദത്തിലായത് സാഹിത്യ അക്കാദമിയിലെ ജോലിക്കാരനായതിനു ശേഷം. ഏതാണ്ട് 2 ദശകക്കാലം ഞാൻ രാവിലെ അക്കാദമിയിൽ എത്തുമ്പോൾ മാഷ് ഏതാണ്ട് ലൈബ്രറിയൊക്കെ തുറക്കുന്നതിന് മുമ്പ് തന്നെ അക്കാദമിയിലേക്ക് കുരിയച്ചറിൽ നിന്ന് നടന്നെത്തിയിട്ടുണ്ടാവും. മാഷ്ക്ക് കാണുമ്പോൾ എന്തെങ്കിലും നർമ്മരസത്തിൽ പൊതിഞ്ഞ കാര്യങ്ങൾ, ചിലപ്പോൾ അത് അധ്യാപനത്തിൽ പറ്റിയ ആളുകളുടെ പോഴത്തായിരിക്കാം, ചിലപ്പോൾ ആധുനിക കവിതയിലെ പോഴത്തെ ചില എന്താ പറയുക ആടാചാക്യാരന്മാരായിട്ടുള്ള ഒട്ടേറെ കവികളുണ്ടല്ലോ നമ്മുടെ കോളേജ് അധ്യാപകരിലടക്കം, അവരൊക്കെ എഴുതുന്നതിലെ തെറ്റുകളായിരിക്കാം. അങ്ങനെ മാഷ്ക്ക് അതുപോലെ തന്നെ ഗവേഷണത്തിൽ വരുത്തി കൂട്ടുന്ന ചില തെറ്റുകൾ. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും തമാശകൾ, നർമ്മങ്ങൾ, അതുപോലെ തന്നെ ചെറിയ കുറുങ്കഥകൾ, അത് ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരെക്കുറിച്ചായിരിക്കാം, ആത്മീയാചാര്യന്മാരെക്കുറിച്ചായിരിക്കും ഒക്കെ. മാഷ്ക്ക് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഞങ്ങളെപ്പോലുള്ളവരായിട്ട് പങ്കുവയ്ക്കേണ്ട. നമ്മുടെ സാഹിത്യ നിരൂപകർ, ഇന്നത്തെ മലയാള സാഹിത്യ നിരൂപണ ശാഖ എന്ന് പറയുന്നത് അത്യന്തം വികലവുമാണ്, അത്യന്തം ദുർബലവുമാണ്. അങ്ങനെയുള്ള സാഹിത്യ ശാഖയിൽ ഇപ്പോഴും തെളിനീര് പോലെയുള്ളൊരു ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മാഷ് ആശാൻ്റെ കൃതികളെ പുനർവായിക്കുന്നു, അതുപോലെ തന്നെ ഉള്ളൂരിൻ്റെ കൃതികൾ പുനർവായിക്കുന്നു, ശങ്കരക്കുറുപ്പിനെ പുനർവായിക്കുന്നു, വൈലോപ്പിള്ളിയെ പുനർവായിക്കുന്നു. മാഷ് പലപ്പോഴും ഈ പുനർവായന എന്ന് വാക്കിനടക്കം കളിയാക്കാറുണ്ട്. ഇപ്പോഴത്തെ ഏത് സാഹിത്യ നിരൂപകർക്കും വായനയില്ല, പുനർവായനയുള്ളൂ എന്ന് പറയും. അതുകൂടി ഞാനിപ്പോൾ ഈ സന്ദർഭത്തിൽ ഓർത്തു പോവാണ്. സാഹിത്യ അക്കാദമിയുടെ ലൈബ്രറിയെ ഗവേഷണ കേന്ദ്രമാക്കി തീർക്കുന്നതിൽ പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പന്തമ്പുരാൻ സ്മാരകം പോലുള്ള ആനുകാലിക ലൈബ്രറി അത് സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഏത് ഭരണസമിതി വന്നാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരെയൊക്കെ കാണാനും അവർക്കൊക്കെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അതിലൂടെ ഇത്തരം സ്ഥാപനങ്ങളെയൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കാനും. സാഹിത്യ അക്കാദമിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഇതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക സമിതികളുടെ ഒക്കെ തന്നെ തൃശ്ശൂരിൽ ഇത്തരം കാര്യങ്ങൾ, സാംസ്കാരിക മേഖലയിൽ നിന്ന് ഇടപെടേണ്ടതായ കാര്യങ്ങൾ മാഷ് നിരന്തരമായിട്ട് അങ്ങനെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ് വരെയൊക്കെ ഉള്ള ക്ലാസ്സിൽ കവിതകൾ കാണാതെ പഠിക്കണമായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊന്നും കാണാതെ പഠിക്കണ്ട. അത് കാരണം അതിൻ്റെ അർത്ഥം കയറ്റത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകും, അത് കേട്ട് പറയുകയും ചെയ്യും. പിന്നെ കവിത എഴുത്താണ്, ഇപ്പോൾ വായനയൊന്നുമില്ല. എല്ലാ കുട്ടികളും കവിത എഴുതും എന്നുള്ളതാണ്. കവിത വായിക്കുക, പഠിക്കുക എന്നുള്ളതല്ല. ഒരുപാട് കവിത കാണാതെ പഠിച്ചാൽ മാത്രമേ ആ ഒരു കാവ്യത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ പറ്റുള്ളൂ. അതിപ്പോൾ കുട്ടികൾക്കെന്നല്ല, ചെറുപ്പക്കാരായിട്ടുള്ള ടീച്ചേഴ്സിനും സ്ഥിതി അത് തന്നെയാണ്. അവരൊന്നും കവിതയൊന്നും വായിക്കൊന്നുമില്ല. എന്നോടൊരു ഹൈസ്കൂൾ ടീച്ചർ ചോദിച്ചു, എന്തിനാ കൊല്ലം തോറും ഈ പുസ്തകം മാറണേ, കുട്ടികൾ മാറണില്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഉദ്ദേശം മനസ്സിലായി. കാരണം ഒരിക്കൽ വാങ്ങിച്ച പുസ്തകം കൊണ്ട് പെൻഷൻ പറ്റണവരെ പഠിപ്പിച്ചോളാം, അതല്ലേ ഉദ്ദേശം. അതാണ് നിലവാരം. ഒന്നും അറിയില്ല കുട്ടികൾക്ക്. 99% ജയിച്ചു എന്ന് പറഞ്ഞാൽ പേരെഴുതാൻ അറിയാൻ പാടില്ലാത്ത പിള്ളേരാ ജയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഷ അറിയാത്തതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് അതിൽ സാഹിത്യ സൃഷ്ടിയുടെ അകത്തേക്ക് കിടന്ന് അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നത്? ഒരു കത്തെഴുതാൻ അറിയാൻ പാടില്ല പല കുട്ടികൾക്കും. ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവില്ല. ഒരു നോവലും വായിക്കില്ല ഇംഗ്ലീഷിലെ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും, ഉടനെ അതിന് മാർക്ക് കൊടുക്കും, അങ്ങനെ പാസ്സായി വരും.
ആ നിലവാരത്തിലാണ്. വലിയ ദയനീയമാണ് സ്ഥിതി കുട്ടികളുടെ. കവിതാ ക്യാമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ പുതിയ കവികളുടെ ശത്രുവായിട്ടാണ് ഞാൻ തിരിച്ചു വരിക. ഒരു 25 കൊല്ലം മുമ്പ് ഉള്ള എഴുത്തുകാരെ പറ്റി പോലും ഈ കുട്ടികൾക്ക് ഒരു ധാരണയില്ല. നെറ്റിന് പഠിക്കാൻ വന്ന കുട്ടികൾ 17 പേരുള്ള ക്ലാസ്സിൽ ഞാൻ ആ കുട്ടികളോട് ചോദിച്ചിട്ട് ഒരൊറ്റ ആൾ പോലും അതിൽ ഓടയിൽ നിന്ന് വായിച്ചിട്ടില്ല. ഓടയിൽ നിന്ന് മലയാളത്തിലെ വലിയ നോവലൊന്നുമല്ല, ഒരു ശരാശരി താഴെയുള്ള നോവലാണ്. പക്ഷെ അതിന് ചരിത്രപരമായി നമ്മളുടെ നോവൽ സാഹിത്യത്തിലൊരു സ്ഥാനമുണ്ട്. ഇവർക്കറിയില്ല. ചോദിച്ചപ്പോൾ പറയുന്നത് സിലബസിലില്ല എന്നുള്ളതാണ്. ഞാൻ അവരോട് പറഞ്ഞു, സിലബസിലുള്ളത് പഠിക്കണം എന്നാണ് സിലബസിൻ്റെ അർത്ഥം, അല്ലാണ്ട് അതിലില്ലാത്തത് വായിച്ചുകൂടാന്നതിന് അർത്ഥമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവരൊരു വെട്ടി ചെയ്തിരിക്കും, അല്ലാണ്ട് എന്താ ചെയ്യുന്നത്? പ്രൊഫസർ വസന്തൻ മാഷെ സംബന്ധിച്ചിടത്തോളം ഈ അതിര് കടന്ന സ്പെഷ്യലൈസേഷൻ, ഏതെങ്കിലും ഒരു പ്രത്യേക ശാഖയിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്ന അവസ്ഥ വസന്തൻ മാഷെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ വീക്ഷണം സാർവത്രികമാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി സാർവത്രികമാണ്, സർവസ്പർശിയാണ്, സർവതലസ്പർശിയാണ്. അധ്യാപനത്തിന് പുറമെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റൻ്റ് എഡിറ്റർ, എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠത്തിൽ വൈസ് പ്രസിഡന്റ്, സാഹിത്യ അക്കാദമി റിസർച്ച് ഗൈഡ് തുടങ്ങി വിവിധ മേഖലകളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. വൈലോപ്പിള്ളി സ്മാരക സമിതി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നിന്നും വടക്കേച്ചിറയിലേക്ക് പോകുന്ന റോഡിന് വൈലോപ്പിള്ളി റോഡ് എന്ന് നാമകരണം ചെയ്യാൻ ശുപാർശ ചെയ്യുകയുണ്ടായി. തൃശൂർ കോർപ്പറേഷൻ അത് നടപ്പിലാക്കുകയും ചെയ്തു. കുട്ടിക്കാലത്തൊക്കെ ഞാനൊരു കാര്യം പ്രധാനമായിട്ട് ആലോചിക്കണം, അച്ഛൻ ആരും തല്ലൊന്നുമില്ല, പിള്ളേരെ ഞങ്ങളൊന്നും അടിക്കൊന്നുമില്ല. പക്ഷെ അച്ഛൻ തരണ ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു കസേര എടുത്തിടും, എന്നിട്ട് പറയും അവിടെ ഇരിക്കാൻ പറയും, അവിടെ ഇരിക്കും, ഞാൻ പറഞ്ഞിട്ട് എണീറ്റാൽ മതി എന്ന് പറയും. അതാണ് ഏറ്റവും വലിയൊരു ശിക്ഷ. കാരണം വെറുതെ നമ്മൾ അവിടെ ഒരു കസേരയിൽ ഇങ്ങനെ കുത്തിയിരിക്കുക, അവിടുന്ന് ഇടയ്ക്ക് വന്ന് നോക്കും അച്ഛൻ അവിടെ നിന്ന് എണീറ്റ് പോയിട്ടുണ്ടെന്നുള്ളൂ, അവിടെ ഇരിക്കുക തന്നെ. അങ്ങനെ ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അവിടെ ഇരുത്തും. അതാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ശിക്ഷ. ഇപ്പം അച്ഛൻ ഒക്കെ മാറി. ഇപ്പോൾ എൻ്റെ മോനും ഒക്കെ ഇപ്പം അച്ഛൻ പഴയ അച്ഛനൊന്നുമല്ല. അച്ഛനിപ്പോൾ അവൻ്റെയൊക്കെ എൻ്റെ മോൻ്റെയൊക്കെ വളരെ ഫ്രണ്ടിനെ പോലെയാണ് ഇപ്പോൾ അച്ഛൻ പെരുമാറണമൊക്കെ. അവരായിട്ട് വലിയ ചിരിയും കളിയും ഒക്കെയാണ്. ഇങ്ങനെ അച്ഛൻ ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇല്ല. അച്ഛൻ്റെ അമ്മ ആണ് ഞങ്ങളെ, അച്ഛൻ്റെ അമ്മയാണ് മഹാരാജ് കോളേജിലെ ഫസ്റ്റ് ഇംഗ്ലീഷ് BA ബാച്ചിൽ പാസ്സായിട്ടുള്ള ആളാണ് അച്ഛൻ്റെ അമ്മ. അത് ഇപ്പോഴും പറയും. അതുപോലെ നല്ല ലാംഗ്വേജാണ്. സംസാരിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കില്ല, പക്ഷേ എല്ലാ ഗ്രാമറും എല്ലാം ഞങ്ങളെ മുഴുവനും പഠിപ്പിച്ചത് മുത്തശ്ശമ്മ ഞങ്ങൾ വിളിക്കുക, മുത്തശ്ശമ്മയാണ് എല്ലാം ഞങ്ങളെ പഠിപ്പിച്ചത്. അത് ഏത് സബ്ജക്റ്റ്, ഇനി കോളേജിൽ പോയി കോളേജിലെ സമയമായാലും ഞങ്ങളുടെ കൂടെ വന്നിരിക്കും, എന്നിട്ടിങ്ങനെ കേട്ടിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെയുള്ളൊരു കാലമായിരുന്നു കാലടിയിലുള്ള ഞങ്ങളുടെ കുട്ടിക്കാലം. പിന്നെ അച്ഛൻ, പിന്നെ പ്രത്യേകിച്ച് അച്ഛൻ അന്ന് ചെറുപ്പകാലത്തൊക്കെ അച്ഛൻ എന്ന് വെച്ചാൽ ഏത് സിനിമ വന്നാലും കാണാൻ പോകും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഏത് സിനിമ വന്നാലും ആദ്യം അച്ഛൻ കാണാൻ പോകും. കാണാൻ പോയിട്ട് നല്ല സിനിമയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളോട് പറയും ശരി നാളെ റെഡിയാക്കോ കൊണ്ടുപോകാമെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടിക്കാലത്തിനെ പറ്റിയാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് അച്ഛനെ പോലെ അങ്ങനെ എഴുത്ത് അങ്ങനെ കാര്യമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടില്ല. അത് എന്താണെന്നറിയില്ല. ചെറുപ്പത്തിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു ഡിക്റ്റേറ്റീവ് നോവലൊക്കെ എഴുതിയൊക്കെ നോക്കിയിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ചൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളുടെയൊക്കെ രണ്ടുപേരും ഫീൽഡ് വ്യത്യാസമായി പോയി. ഞങ്ങൾക്കൊക്കെ അന്ന് കമ്പ ഡിക്റ്റേറ്റീവ് നോവൽസിലാണ്. അപ്പോൾ അത് അവിടെ ഒരു വായനശാല പോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ആ ഡിക്റ്റേറ്റീവ് ബുക്സൊക്കെ എടുത്തുകൊണ്ടൊന്ന് വായിക്കും. അപ്പോൾ അച്ഛൻ ചോദിക്കും ഏതാ നല്ലത് എന്നൊക്കെ ചോദിക്കും. അച്ഛനും വായിക്കും ഇടയ്ക്ക് എടുത്തിട്ട്. എന്നിട്ട് ചിലത് നല്ലത് സജഷൻ പറയും, ഇന്നൊരു സാധനം ഉണ്ട് അത് നല്ലത്, അത് വായിക്കുക, അത് മേടിക്കുക എന്ന് പറയാം. പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കലാവും. അങ്ങനെയുള്ളൊരു ഇതാണ്. അല്ലാണ്ട് സാഹിത്യപരമായിട്ടുള്ളൊരു ലെവലിലേക്കൊന്നും ഞങ്ങളാരും പോയിട്ടില്ല. അത് സത്യമാണ്. എന്താണെന്ന് അതിനങ്ങനെ ഒരു പ്രത്യേക ഒരു എന്താണെന്നറിയില്ല. അച്ഛൻ പിന്നെ അങ്ങനെ ആരെയും ഒന്നും നിർബന്ധിക്കുകയൊന്നുമില്ല. അച്ഛൻ പിള്ളേരെ അവരവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിൽ പോവുക. അതിൽ കൂടുതലൊന്നും അച്ഛൻ അങ്ങനെ ആരെയും നിർബന്ധിക്കുന്ന കൂട്ടത്തിലല്ല. തൃശ്ശൂരിൽ യൂണിറ്റി എൻക്ലേവ് ഫ്ലാറ്റിൽ മാഷ് പത്നിയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. മാഷിൻ്റെ ഭാര്യ പ്രേമ 2 വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴും മാഷ് ഫ്ലാറ്റിൽ ഒറ്റയ്ക്കെന്ന് പറഞ്ഞുകൂടാ, 12,000-ഓളം പുസ്തകങ്ങളാണ് കൂട്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ, പഴയകാല ചങ്ങാതിമാർ, ഇവരൊക്കെ വിരുന്നുകാരായി എത്തും മിക്ക ദിവസവും. മാഷിൻ്റെ ഗവേഷണ വിദ്യാർത്ഥികൾ അവിടെ എത്തിയാൽ എന്നും വീട്ടുകാരാവും. ഇത് തൃശ്ശൂരിലുള്ള ഞങ്ങളുടെ വീടാണ് എന്നാണ് അവർ പറയാറ്.
സോക്രസ് കുമാരഴീക്കോടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരള ചരിത്രമാകുന്ന സമുദ്രത്തെ മുഴുവനും ഉൾക്കൊണ്ട് അത് തുള്ളി തുള്ളിയായ വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ പരിശ്രമമാണ് ആ 2 വോളിയമായി പുറപ്പിച്ച നിഘണ്ടുവിലെ വസന്തമാഷ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് അദ്ദേഹം ഒരു മഹോദ്യമനാണെന്ന്. കാരണം വലിയ വലിയ ആൾക്കാർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ മാഷുകളുടെ താല്പര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് ഉള്ളൂരിൻ്റെ സാഹിത്യചരിത്രം പോലെ വടക്കൻകൂറിൻ്റെ സംസ്കൃത സാഹിത്യചരിത്രം പോലെ ശൈലി നിഘണ്ടു പോലെ വെട്ടമ്മാണിയുടെ പുരാണ നിഘണ്ടു പോലെ ഒക്കെ തന്നെ അത്രയും വലിയൊരു വർക്ക് ഈ മാഗ്നം ഓപ്പസ് എന്ന് പറയാവുന്ന രീതിയിൽ ചരിത്രത്തിൻ്റെ ഗതികൾ മുഴുവനും എടുത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം ജയിച്ച ആ നിഘണ്ടു അദ്ദേഹത്തിന് എപ്പോഴും ഉള്ള അദ്ദേഹത്തിൻ്റെ ശാശ്വതമായ സ്ഥാനത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയിരിക്കുന്നു എന്നതാണ് സത്യം. സാധാരണ എല്ലാവരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, വൈലോപ്പള്ളി മാഷ കവിതയാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം അതോ കുറുപ്പ് മാഷ കവിതയാണോ കൂടുതൽ ഇഷ്ടം എന്ന്. രണ്ടുപേരുമായിട്ട് വളരെ അടുത്ത് പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം എന്നോട് ചോദിക്കുന്നത്. അതിന് ഞാൻ കൃത്യമായിട്ട് ഉത്തരവും പറയാറുണ്ട്. വൈലോപ്പള്ളി മാഷ കവിത വായിക്കുമ്പോൾ വൈലോപ്പള്ളി മാഷ കവിതയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, കുറുപ്പ് മാഷ കവിത വായിക്കുമ്പോൾ കുറുപ്പ് മാഷ കവിതയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അല്ലാണ്ട് അതിനെന്താ മറുപടി പറയുന്നത്? എങ്കിലും എന്നെ വല്ലാണ്ട് സ്പർശിച്ച കുറേ കവിതകളുണ്ട് കുറുപ്പ് മാഷെ. ഇപ്പോൾ ഉദാഹരണമായിട്ട് വിശ്വദർശനം, പാണനാര് തുടങ്ങിയ ഒരുപാട് കവിതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ കവിതകളിൽ ഒരെണ്ണമുണ്ട്. അത് ലോകത്തിൽ ജീവിച്ച് കഴിഞ്ഞിട്ട് മരണം അടുക്കുമ്പോൾ തിരിച്ചു പോവുക, അത് വളരെ സ്വാഭാവികമാണ് എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് എന്തൊരു ഗംഭീരമാണ്. അത്തരം സങ്കല്പങ്ങൾ വൈലോപ്പള്ളി മാഷിൽ അത്രയും കാണില്ല. പക്ഷെ കൂടുതൽ ഹൃദ്യമായിട്ട് കുടുംബ ബന്ധങ്ങളെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയും ഒക്കെയുള്ള കൽപ്പനകൾ വൈലോപ്പള്ളി മാഷിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ കുറുപ്പ് മാഷെ എൻ്റെ വേളി എന്നൊരു കവിതയുണ്ട്. ഭൂമിയിൽ കുറേ കാലം ജീവിച്ചതിന് ശേഷം അനിവാര്യമായ മരണത്തിലേക്ക് പോകുന്നതാണ്. കാലമൻ ശിരസിങ്കൽ അണിയിക്കയായി മുല്ലമാല ഫലത്തിൽ ചേർത്ത് കഴിഞ്ഞു വരക്കുറി, വരണം വരൻ മാത്രം ആസന്നമായി പോയി വരണം, സനാതന നിയമം ലംഘിക്കാമോ, മേനിമേ വിറക്കില്ല ചുണ്ടിന ചലിക്കില്ല, ഗ്ലാനി വന്നുദിക്കില്ല വിളറിപ്പോകില്ലാസ്യം, സമയം വരും നേരം സർവശക്തമമ്മ കയ്യിൽ മമ ജീവിതം ക്ഷുദ്രം സസ്മിതം സമർപ്പിക്കും. ഇന്നും എനിക്ക് സാറിനെ ഭയവും അതുപോലെ തന്നെ ബഹുമാനവും കൂടിയ ഒരു വികാരമാണ് എനിക്കുള്ളത്. ഇപ്പോഴും സാറിൻ്റെ അടുത്ത് ഇരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരുപക്ഷെ ലാസ്റ്റ് അവറിലായിരിക്കും സാറിൻ്റെ ക്ലാസ്. എന്നാൽ ആ കോളേജിൽ ഞങ്ങളുടെ ഈ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം തന്നെ ആരും ആ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനിരിക്കും. സാറിൻ്റെ സൗണ്ട് വളരെ ചെറുതാണ്, ആ വലിയ ഒച്ചയിൽ സാറ് സംസാരിക്കാറില്ല. എന്നിട്ടും എല്ലാ കുട്ടികളും വളരെ ശ്രദ്ധയോടുകൂടി ആ ക്ലാസ് കേട്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി തൊട്ടടുത്ത് ഹിന്ദി ക്ലാസ്സുകൾ നടക്കുന്നുണ്ടാവും. അവിടെ നിന്നുള്ള കുട്ടികളെല്ലാം ഭൂരിപക്ഷം കുട്ടികളും വസന്ത സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ ആ ക്ലാസ്സിലേക്ക് കയറിയിരിക്കും. അപ്പോൾ ഹിന്ദി പഠിപ്പിക്കുന്ന സാറിന് അവിടെ കുട്ടികളില്ലാത്ത ഒരവസ്ഥയും വരാറുണ്ട്. കോളേജിൽ ഇത്രയധികം റെസ്പെക്റ്റ് നേടിയിട്ടുള്ള ഒരു അധ്യാപകൻ വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പ്രായമായി ഒറ്റപ്പെടലിൻ്റെ നിസ്സഹായത ഒരതിരോളം പരിഹരിക്കാൻ എണ്ണമറ്റ സൗഹൃദങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അധ്യാപനവും ഏകാന്തതയുടെ വിരസത അകറ്റുവാൻ തുണയാവുന്നു. ഇനി ഇങ്ങനെയൊക്കെ അരനാഴിക നേരം കഴിച്ചുകൂട്ടും നിസ്സംഗമായ വാക്കുകൾ. ആ അരനാഴിക അതിദീർഘമാകട്ടെ എന്നാണ് മലയാളത്തിൻ്റെ ആഗ്രഹം, പ്രാർത്ഥന. കാരണം ഇനിയും ഒരുപാടുണ്ട് ഞങ്ങൾക്ക് മാഷിൽ നിന്ന് കിട്ടാൻ. മാഷ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ നാളുകൾ ഞങ്ങൾക്ക് എന്നും വസന്തകാലമാണ്. വസന്തൻ മാഷ് നമ്മളറിയാതെ നമ്മുടെ കൂടെ നടന്നിട്ടുണ്ട്.
അറിവിൻ്റെ, നർമ്മത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, അധ്യാപന ശ്രദ്ധയുടെ ചെറുചിരി തൂകി ആ വെള്ളാരം കണ്ണുള്ള രാജകുമാരൻ ഇന്നും നമുക്കൊപ്പം നമ്മളറിയാതെ നടക്കുകയാണ്.